നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യത്തിൽ നിന്നെയും മാഡത്തിനെയും ഒരുമിച്ച് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ മുതലാ എനിക്ക് സമാധാനമായത്. എങ്കിലും ഋഷിയുടെ ആയുസിന്റെ കാര്യത്തില് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അത് കാണുമ്പോ എനിക്കുള്ളില് സങ്കടവും. ഇതേതാ ഈ സാരി? ഇത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാ. കൊള്ളാലോ. ഞാനും അമ്മയും കൂടെ ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ദേവികേച്ചിയും സുലോചനന്റെ അഞ്ജുതയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അമ്മ ഒരുമിച്ച് കണ്ടപ്പോ ചേച്ചിക്ക് സന്തോഷായി. ആന്റി അഞ്ജുതയും പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. അവര് മിണ്ടില്ലല്ലോ. ദേവികേച്ചി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു? അങ്ങനൊന്നും പറഞ്ഞില്ല. ഈ സാരി ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് തിരുമേനി ദേവികേച്ചിക്ക് കൊടുത്തതായിരുന്നു. ഒരുപാട് പ്രത്യേകതകളും ഈ സാരിക്കുണ്ട്. ഈ സാരി ഉടുക്കുന്നവർക്കേ സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഈ സാരി ഋഷിയുടെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ചേച്ചി എന്നെ ഏൽപ്പിച്ചത്. ഞാൻ കാരണം ഋഷിയുടെ അമ്മയ്ക്ക് മനസ്സമാധാനക്കേട് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ഒരുപക്ഷെ ആ സമാധാനക്കേട് ഈ സാരി കാരണം മാറിയാലോ. ഈ സമയത്ത് ദൈവാദിനെ ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയ്ക്കല്ലേ. അതുകൊണ്ട് ഈ സാരി അമ്മയ്ക്ക് കൊടുക്കുന്നതന്നെയല്ലേ നല്ലത്. തീർച്ചയായിട്ടും ഇത് അമ്മയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അമ്മയുടെ ആകുലതകളൊക്കെ ദേവി മാറ്റിക്കൊടുക്കട്ടെ. അമ്മേ, അമ്മേ, ഞാൻ ഈ സാരി അമ്മയ്ക്ക് തരാൻ വന്നതാ. അല്ല, ഇത് അമ്പലത്തിൽ വെച്ച് ദേവിക ഗോപിയയ്ക്ക് തന്ന സാരിയല്ലേ? ഇതെന്തിനാ എനിക്ക് തരുന്നേ? ഇത് ദേവി അണിയിപ്പിച്ച സാരിയാ. വിശേഷ ദിവസങ്ങളില് ഇത് ഉടുക്കുന്നത് ഐശ്വര്യ. ഇത് അമ്മ വാങ്ങണം. മാത്രമല്ല ഈ സാരി അമ്മ സൂക്ഷിക്കുന്നത് തന്നെയാ നല്ലത്. അത് ഋഷി എന്നോട് പറഞ്ഞു. അമ്മ ഇത് വാങ്ങിക്കോളൂ. ദേവി അണിഞ്ഞിരുന്ന ഈ സാരി എന്റെ കൈകളിൽ വന്നു ചേരുന്നത് പൂർവജന്മ പുണ്യോ. മോള് തന്നോളൂ. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ദേവിയുടെ അനുഗ്രഹം. ഇത് ദേവിയുടെ ശക്തിയായിട്ട് എന്നും അമ്മയോടൊപ്പം ഉണ്ടാകും. എന്നാ ഞാൻ ചെല്ലട്ടെ അമ്മ? ശരി. ശരി അമ്മ. ഹലോ മോളെ. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചതാ. ഇപ്പൊ അവിടെ എങ്ങനെയുണ്ട്? നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അമ്മയും മുത്തശ്ശിയും എല്ലാവരും എന്നോട് സ്നേഹത്തോടെ തന്നെയാ പെരുമാറുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതണം ഗോപികെ. സത്യത്തിൽ നിന്നെയും മാഡത്തിനെയും ഒരുമിച്ച് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ മുതലാ എനിക്ക് സമാധാനമായത്. എങ്കിലും ഋഷിയുടെ ആയുസിന്റെ കാര്യത്തില് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അത് കാണുമ്പോ എനിക്കുള്ളില് സങ്കടവും. അമ്മയുടെ ആ പേടി നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം ചേച്ചി. ശരിയാ. എത്രയും വേഗം തന്നെ മാഡത്തിനെ അറിയിക്കണം. ഞാനതിനു വേണ്ടി ശ്രമിക്കാം. അല്ല, അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആ സാരി നീ മാഡത്തിന് കൊടുത്തോ?
ഷോ സത്യത്തിൽ ഞാൻ അത് പറയാനാ ചേച്ചി വിളിച്ചത്. സാരി ഞാൻ കൊടുത്തു ചേച്ചി. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? അമ്മ അത് സ്വീകരിച്ചു. അമ്മയ്ക്ക് വളരെയേറെ സന്തോഷായി. കുടുംബത്തിലേക്ക് വന്ന ഈശ്വര അനുഗ്രഹമായിട്ടാ അമ്മ ആ സാരിയെ കണ്ടത്. ശരിക്കും അത് ദേവിയുടെ അനുഗ്രഹം തന്നെയാ ഗോപിക. സിധു, സിധു, വീട്ടിനകത്താണോ ഇത് കത്തിക്കുന്നത്? വാ ഇങ്ങോട്ട്. വാ. ശരി ചേച്ചി, ഞാനെന്നേ പിന്നീട് വിളിക്കാം. ശരി. ആ ശരി ചേച്ചി. അയ്യോ എന്റെ ദേവി, മഹേട്ടാ, അമ്മേ, മഹേട്ടാ, ഓടി വാ. അയ്യോ മഹേട്ടാ, ഓടി വാ. ഇത് കണ്ടില്ലേ? അയ്യോ എന്താ എന്റെ ദേവി, എന്താ പറ്റി? മോനെ, മോനെ, സൂക്ഷിച്ച്. സൂക്ഷിച്ച്. മോനെ, ഋഷി. ഇതെന്താ പറ്റിയത്? അയ്യോ പടക്കം വന്ന് കത്തിയതാ. പടക്കോ? എന്റെ അമ്മേ, എന്തൊരു സൗണ്ട് കേട്ടെ? എടാ പടക്കം കത്തിച്ച് ഈ മുറിയിലേക്കാണോ ഇടുന്നത്? ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ കത്തുമായിരുന്നല്ലോ. സിദ്ധുവിനൊരു അബദ്ധം പറ്റിയതാ സാറേ. നീ എന്തിനാ പടക്കം എടുത്ത് അവന് കൊടുത്തത്? അയ്യോ, ഞാൻ കൊടുത്തൊന്നുമല്ല, സിദ്ധുവായിട്ട് പൊട്ടിച്ചതാണ്. ഞാൻ പിടിച്ചു വാങ്ങാൻ നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. ഈ പടക്കം സിദ്ധുവേട്ടൻ എവിടെ നിന്ന് കിട്ടി? ഇന്നലെ കരള് വന്നില്ലേ? അവനെടുത്തതേ അവര് കാണാതെ ഞാൻ എടുത്തതാ. കണ്ണ് തെറ്റിയ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോളൂ. കാര്യം എന്തായാലും വലിയ അപകടം ഉണ്ടാവാത്തത് ഭാഗ്യമാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനി നൽകിയ സാരി അമ്മ ദേവികയ്ക്ക് കിട്ടിയതാ. അവളത് ഗോപികയെ ഏൽപ്പിച്ച് എനിക്ക് തന്നു. ഇതിപ്പോ ഏതാണ്ട് മുഴുവനും കത്തി നശിച്ചു പോയില്ലേ? ദാ, പിന്നെ ഞാൻ- അയ്യോ, മഹേട്ടാ വേണ്ട, വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോന്ന് ഒപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ഒന്നും ശരിയാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.